ചില പിന്നെ സംഘടനകളുടെ കൊടി വെച്ചിട്ട് പിന്നെ ഒരു വെള്ളത്തിന്റെ ടാങ്കറും കൊണ്ട് കറങ്ങി ഒരു ഷോ നടത്തുന്നത് അത്രയും ഗുണകര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഷോയൊന്നും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ആറ്റുകാൽ പൊങ്കാലയെ ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ മീറ്റിംഗ്, ജില്ലയിലെ ചുമതലക്കാരനെന്ന നിലയിലും മണ്ഡലത്തിൽ നടക്കുന്ന ഉത്സവം എന്നുള്ള നിലയിലും ഞാൻ പങ്കെടുത്തുകൊണ്ട് 2 റിവ്യൂ മീറ്റിംഗ്, ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ്, അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗും ചേർന്നിരുന്നു. അന്ന് മുഖ്യമായി വന്ന ഒരു പ്രശ്നം കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം കുടിവെള്ളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. 2-3 ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട് വളരെ കൂടുതലാണ് വരുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോ കുടിവെള്ളത്തിന്റെ ആ കുറവ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോ പിന്നെ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇപ്പോൾ ഞാനിവിടെ ചേർന്നിരുന്നു. ബിനു ഫ്രാൻസിസ് കോർപ്പറേഷൻ നേരത്തെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ MD ആണ്. കാരണം മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സബ് കളക്ടർ ശ്രീ അൽഫ്രഡ് OV IASനെയാണ് പൊങ്കാല കോർഡിനേറ്ററായി നിയമിച്ചിട്ടുള്ളത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് 22 വാർഡുകളെ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. കൂടാതെ നഗരസഭാ പരിധികളിലും വെങ്ങാനൂർ പഞ്ചായത്തിലെ വെള്ളാർ വാർഡുകളിലും ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകുന്നേരം 6 മണി വരെ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തെ കടകളിൽ വില നിലവാര ബോർഡുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണം. ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെച്ച് വിൽക്കാൻ അനുവദിക്കില്ല. ഇത് പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി സപ്ലൈ ഓഫീസ് തുടങ്ങിയവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനായി ഈഞ്ചയ്ക്കൽ നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുവയ്ക്കൽ റവന്യൂ ഭൂമിയിലെ സാധ്യതകൾ പരിശോധിക്കാൻ തഹസിൽദാരെയും മറ്റ് സ്ഥലം കണ്ടെത്താൻ സബ് കളക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. ശബ്ദമലിനീകരണം നിയന്ത്രിക്കാൻ പോലീസും മലിനീകരണ നിയന്ത്രണ ബോർഡും നടപടിയെടുക്കും. സുരക്ഷയ്ക്കും മറ്റ് ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കായി 4000 പോലീസുകാരെയാണ് അധികമായി വിന്യസിച്ചിട്ടുള്ളത്. ഇതിൽ 1500 പേർ വനിതാ പോലീസുകാരാണ്. 5 SP-മാർ, 28 DYSP-മാർ, 50 CI-മാർ എന്നിവർ മേൽനോട്ടം വഹിക്കും. നാട്ടാന പരിശീലന ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉറപ്പുവരുത്തും. ക്ഷേത്ര പരിസരത്ത് പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാണ്. പൊങ്കാല നടത്തുന്ന ആറ്റുകാൽ ട്രസ്റ്റാണ്. ആവശ്യമായ സഹായങ്ങൾ നൽകുക മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. 12 ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതിന് ഒന്ന് മാത്രമാണ് തിരുവനന്തപുരം നഗരസഭ. മാലിന്യ സംസ്കരണമാണ് നഗരസഭയുടെ മുഖ്യ ചുമതല. പൊങ്കാല നടത്തുന്നത് നഗരസഭ ആണെന്നുള്ള പ്രചരണം തെറ്റാണ്. ഈ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങളും നടത്തിയിട്ടുള്ള കാര്യങ്ങളും ഫ്രാൻസിസ് പറയും. ഇതിൽ നമുക്ക് കഴിഞ്ഞ 22-ാം തീയതി നമ്മുടെ അരുവിക്കരയിൽ ട്രാൻസ്ഫോമർ ചീത്തയായി പോയി. തുടർന്ന് വീണ്ടും ഒരു ട്രാൻസ്ഫോമർ പുനഃസ്ഥാപിച്ചു. ആ സമയത്ത് ഏകദേശം നമുക്ക് 72 mld വെള്ളമാണ് നമുക്ക് അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നത്. തുടർന്ന് നഗരത്തിലേക്ക് എത്തുന്ന വെള്ളത്തിൽ 1/4 കുറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഏകദേശം 31 മണിക്കൂറുകൊണ്ട് പുനഃസ്ഥാപിച്ചു. നമ്മൾ പുതിയൊരു ട്രാൻസ്ഫോമർ ഇവിടെ കാലിക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ് ചെയ്തത്. അപ്പോൾ സാധാരണഗതിയിൽ ആദ്യം വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ താണ സ്ഥലങ്ങളിൽ വെള്ളം പരമാവധി എടുക്കും, ഉയർന്ന സ്ഥലങ്ങളിൽ വരുന്ന സമയം എടുക്കും. നോർമലി 3-4 ദിവസം കൊണ്ടേ ബ്ലോക്കുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി ഓരോന്ന് റിലീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ചയോട് കൂടി ഏകദേശം എല്ലാ എയർ ബ്ലോക്കുകളും മാറ്റിയിട്ടുണ്ട്. തുടർന്ന് 1-2 പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല. അത് സ്പെഷ്യൽ സ്പോട്ട് ക്ലിയർ ചെയ്തു. തുടർന്ന് നമ്മൾ നഗരസഭയായിട്ട് ലൈസൻസ് ചെയ്ത് സ്പെഷ്യൽ സ്പോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ മെനഞ്ഞാന്ന് നമുക്ക് കിട്ടിയത് 10 സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളായിരുന്നു. 10 സ്ഥലങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് 6 സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ പ്രഷർ വളരെ കുറവായിരുന്നു. 4 സ്ഥലങ്ങളിൽ പരാതി നേരിട്ടുണ്ടായിരുന്നു. ഇന്നലെ നഗരസഭയിൽ നിന്ന് ആകെ 3 പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു.
ആ 3-നകത്ത് 2 മെരിറ്റ് ഉണ്ടായിരുന്നു, ബാക്കി 1 മെരിറ്റിലായിരുന്നു. നമുക്ക് നമ്മൾ ടോൾ ഫ്രീ ഉണ്ട്. ടോൾ ഫ്രീയിൽ നമുക്ക് 16, 3, 4 ഈ പറയുന്ന 3 ദിവസങ്ങൾ കിട്ടിയ പരാതികളാണ്. അതിൽ കൂടുതലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് കാരണം ധാരാളം ഡിവോട്ടീസ് വരുന്നുണ്ട്. അങ്ങനെ കൺസപ്ഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രശ്നം കുറവുണ്ട്. ഇന്ന് രാവിലെ പരിശോധിക്കുമ്പോൾ 2 സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഒന്ന് മണക്കാട് പോലീസ് സ്റ്റേഷന് സമീപമുള്ള അപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നൊക്കെ വാട്ടർ സ്ട്രെസ് ആണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. 3,20,000 കണക്ഷൻസ് നമുക്കുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കൂടുന്നില്ല. കഴിഞ്ഞ ഒരു 3 വർഷം കണക്ക് നോക്കുമ്പോൾ 48,000 പുതിയ കണക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുള്ളത്. അതിനനുസരിച്ചുള്ള ചില പിന്നെ പ്രശ്നമുണ്ട്. എന്നിരുന്നാലും നമുക്ക് പരമാവധി ഏതെങ്കിലും സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യുന്ന പ്രത്യേക സ്കോഡിനെ നമ്മൾ ചുമപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഓഫീസേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയുടെ അകത്ത് വാട്ടർ സെക്ടറിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പണ്ട് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ 13 പേരെ നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി. കൂടാതെ കൂടുതൽ ലേബേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്തിൽ വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയം ഒരുക്കുന്നുണ്ട്. പിന്നെ കൺസപ്ഷൻ കൂടുമ്പോൾ ഉയർന്ന സ്ഥലങ്ങളിൽ പ്രഷർ കുറവുകയും അത്തരത്തിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചില പൊങ്ങി സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അത് ചില പ്രശ്നം ഉണ്ടാകാൻ സ്വാഭാവികമാണ്. ചിലപ്പം 3-4 നിലയുള്ള വീടുകളിലാണെങ്കിൽ താഴത്തെ പോയിന്റിൽ കിട്ടും, മുകളിലത്തെ കിട്ടില്ല, അങ്ങനെയുണ്ട്. ഏതെങ്കിലും പോയിന്റിലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് നിലവിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്നു. 1. 2, പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്യുന്ന ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതൽ വെള്ളം അങ്ങനെ ഒരു സമയത്ത് നമുക്ക് തിരുവല്ല ഭാഗങ്ങളിലേക്ക് നമ്മൾ പിന്നെ ആൾറെഡി നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടാതെ ക്രമീകരിക്കുന്ന ഭാഗമായിട്ട് കവടിയ ഭാഗങ്ങളിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ടാവും. അതർവൈസ് എല്ലാം നമ്മളിപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെള്ളത്തിന്റെ കുറവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടാതിരികയാണെങ്കിൽ നമുക്ക് അഡ്രസ് ചെയ്യുന്ന സംവിധാനം നിലവിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാല ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണവശാലും പാടില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ഇതിനെ പാടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഇത്രയും നാൾ ആറ്റുകാല പൊങ്കാല നടത്തിയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും, മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. ഒരു പിന്നെ എത്ര ലക്ഷം പേരാണ് പൊങ്കാലയ്ക്ക്, ഏതാണ്ട് ഒരു 10-20 ലക്ഷം ആൾക്കാർ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതിൻ്റെതായ എങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യങ്ങൾ പിന്നെ ചെയ്ത് തീർക്കുകയാണ്. വെള്ളത്തിന്റെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഇടപെട്ടിട്ടുണ്ട്. ആ കുറവും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ അതിന്റെ കൺട്രോളും ശക്തിപ്പെടുത്തിയിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ആറ്റുകാൽ പൊങ്കാല ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം മറ്റേ ആറ്റുകാല പൊങ്കാല നടത്തിപ്പിൽ സഹകരിച്ചു പോകുന്ന ആളാണ്. 3 പ്രാവശ്യം MLA എന്നുള്ള നിലയിലും 1 പ്രാവശ്യം മേയർ എന്നുള്ള നിലയിലും ഒക്കെ ഇപ്പൊ അവിടെ ഒരു വിവാദങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോലും എല്ലാവരും സഹകരിച്ചു പോകുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ മുസ്ലിങ്ങളുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്, ക്രിസ്ത്യാനിയുടെ വീടുകൾ തുറന്നു കൊടുക്കാറുണ്ട്. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും പൊങ്കാലയായിട്ട് സഹകരിക്കാറുണ്ട്. മറ്റ് മുസ്ലിം സമൂഹത്തിലൊക്കെ പെട്ടവരുടെ വീട്ടിൽ ഒരാഴ്ച മുമ്പ് തന്നെ വന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് പൊങ്കാല ഇതിനു വേണ്ടി. അപ്പൊ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തന്നെ അവര് പരിഹരിച്ചു പോകും. ആരെന്ത് മുതലെടുപ്പിന് ശ്രമിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും പ്രദേശത്ത് അല്പസമയം വെള്ളത്തിന് മറ്റോ ഒരു കുറവ് സംഭവിച്ചാൽ ഈ 10-20 ലക്ഷം ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും പിന്നെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അല്ലേ പരിഹരിക്കപ്പെടുക എന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ചില പിന്നെ സംഘടനകളുടെ കൊടി വെച്ചിട്ട് പിന്നെ ഒരു വെള്ളത്തിന്റെ ടാങ്കറും കൊണ്ട് കറങ്ങി ഒരു ഷോ നടത്തുന്നത് അത് അത്ര ഗുണപര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഷോയൊന്നും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.